ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ACCA എന്ന് പറയുന്ന ഒരു ഫോറിൻ കോഴ്സ് ഇന്ത്യയിൽ ഇത്ര അധികം പോപ്പുലറായിട്ട് വരുന്നതെന്നാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ CAനെക്കാട്ടിലും സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുന്നത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോറിൻ കോഴ്സ് ACCA എന്ന് പറയുന്ന കോഴ്സിനാണ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് CA താഴെ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ സിദ്ധാർത്ഥ്, ഒരു ACCA ആസ്പിറൻ്റ് ആണ്. ഈ ഒരു ചാനലിലൂടെ ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗ്സും അതേപോലെ തന്നെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. സോ നമുക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു ഫോറിൻ അക്കൗണ്ടിങ് ബോഡി ആയിട്ടുള്ള ACCA എങ്ങനെ ഇന്ത്യയിൽ ഇത്ര ഡീപ്പ് റൂട്ട്സ് ഉണ്ടാക്കി പറയുമ്പോൾ, ഓൾറെഡി ഇന്ത്യയിൽ ICAI എന്ന് പറയുന്നൊരു അക്കൗണ്ടിങ് ബോഡി ഉണ്ട്, അതായത് നമ്മുടെ CIൻ്റെ അക്കൗണ്ടിങ് ബോഡി. എന്നിട്ടും ACCA എങ്ങനെ ഇത്ര പോപ്പുലറായി? ACCA തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊന്നുമല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ 1904 നമ്മൾ ACCA തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ CA തുടങ്ങുന്നതിനും എത്രയോ കാലം മുന്നേ. പക്ഷേ ഈ കുറച്ചൊരു 5-8 കൊല്ലമായിട്ടാണ് ACCA ഇത്രയും പോപ്പുലറായിട്ട് മാറിയത്. അതെന്തുകൊണ്ടാണ്? ഈ ഒരു ബൂം എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്? ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ 2008 പോകണം. ഹെലൻ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ACCAയുടെ CEO ആയിട്ട് മാറുകയും അവർ നടത്തിയ റിസർച്ചിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ ബലമായിട്ട് ഏതൊക്കെ കൺട്രീസിലാണ് ACCAക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് അവർ കണ്ടുപിടിച്ചു. അങ്ങനെ ആ കൺട്രീസിലോട്ട് കൂടി ACCA എന്നൊരു ഐഡിയ എത്തിക്കാനായിട്ട് ഇവർ മാക്സിമം ട്രൈ ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് 2015 CAന്ന് കുറേ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ CA സ്റ്റുഡൻസിനോടൊക്കെ ആ ഒരു ടൈമിലുള്ള CA സ്റ്റുഡൻസിനോട് ചോദിച്ചറിയാം. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ക്യാൻസൽ ചെയ്യുക, അതേപോലെ തന്നെ മാർക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവുക. പിന്നെ CAയുടെ പാസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, 5-8% ഒക്കെയാണ്. എന്ന് പറയുമ്പോൾ ഒരു CA ആവുക എന്ന് പറയുന്നത്, അതായത് ഫൈനലിസ്റ്റ് പാസ് ആവുക എന്ന് പറയുന്നത് ഒരു ലോട്ടറി അടിക്കുന്ന പോലെയാണ്. 95% ആൾക്കാർക്കും കിട്ടൂല. പിന്നെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഗെയിംസർ എന്ന് പറയുന്ന ഒരു ടീമാണ്. ഇവർ ബേസിക്കലി നല്ല അടിപൊളി ജോയ്സ്റ്റിക്കുകളും ഗെയിം പാഡുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. ഞാനൊരു ഗെയിമറാണെന്ന് അവർക്ക് എങ്ങനെയൊക്കെയോ മനസ്സിലായിട്ട് എനിക്കിത് അയച്ചു തന്നതാണ്. ഞാൻ പല ടൈപ്പ് ജോയ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലേ സ്റ്റേഷൻ്റെയും എക്സ്ബോക്സിൻ്റെയും റെഡ് ഗിയറിൻ്റെയും അങ്ങനെ ഒരുപാട് ടൈപ്പ് ജോയ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നല്ലൊരു ഹാർഡ് കോർ ഗെയിമറാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഒരുപാട് പഴയ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ലൈവ് സ്ട്രീമും കാര്യങ്ങളും ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ ഇതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഇത് ഫ്രിക്ഷൻ ഇല്ലാത്ത ടൈപ്പാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. നമുക്ക് അധികം നോയ്സോ കാര്യങ്ങളോ ഒന്നും കേൾക്കില്ല. ഇത് ബേസിക്കലി എക്സ്ബോക്സ് സർട്ടിഫൈഡ് ആണ്. ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വളരെ ഹൈ ക്വാളിറ്റിയാണ്. ഞാനിത് യൂസ് ചെയ്ത് നോക്കി, 2-3 ദിവസം RDRും കാര്യങ്ങളൊക്കെ കളിച്ചു നോക്കി. ഞാൻ ആക്ച്വലി ഗെയിമിംഗ് ഒക്കെ നിർത്തിയതായിരുന്നു. ഇത് കിട്ടിയതുകൊണ്ട് ഞാനിതൊന്ന് കളിച്ചു നോക്കി. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ സ്വിച്ചേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ബാക്കിലും 2 കീസ് വരുന്നുണ്ട്. ഈ ഒരു ഗെയിംസറിൻ്റെ HE-G7 എന്ന് പറയുന്ന മോഡൽ നമുക്ക് എക്സ്ബോക്സിലോ PC-ലോ ഒക്കെ കണക്ട് ചെയ്ത് കളിക്കാം. സംഭവം വയേർഡ് ആണ്, ബട്ട് ഹൈ ക്വാളിറ്റി ആണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കാം. ഇതിനെപ്പറ്റി മോശം അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ പോലും ഇല്ല. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു. പിന്നെ ഇതിൽ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിൻ്റെ ഈ ലിഡ് കണ്ടില്ലേ, ഇതിങ്ങനെ തുറക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പൈഡർമാൻ്റെ വെക്കണമെങ്കിൽ അത് വെക്കാം, അയൺമാൻ്റെ വെക്കണമെങ്കിൽ അത് വെക്കാം. നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗെയിംസർ തരുന്നുണ്ട്. സോ നിങ്ങൾ നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഗെയിം പാഡ് തപ്പി നടക്കുകയാണ്, നിങ്ങൾ ഗെയിം കളിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു G7 HE എന്ന് പറയുന്ന ഒരു മോഡൽ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർക്ക് കയറി നോക്കാം. അപ്പോൾ അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് ഹെലൻ ബ്രാൻഡും ടീമും, അതായത് ACCA ഇന്ത്യയിലേക്ക് ഒന്നും കൂടി മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പല ലേണിംഗ് പാർട്ട്നേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സും CA പഠിപ്പിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ACCA കൂടി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രത്യേകത വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരാരും CAനെ പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷെ എല്ലാവരും ACCAനെ പ്രൊമോട്ട് ചെയ്യും. സോ ഇതിനൊക്കെ കാരണം എന്താണ്? ആ ഒരു ബാക്ക് സപ്പോർട്ട് ACCAന്ന് കിട്ടുന്നതുകൊണ്ടാണ്. ഹെലൻ ബ്രാൻഡും തൻ്റെ ടീമും നോക്കിയത് ഏറ്റവും കൂടുതൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കൺട്രീനെയാണ്. അതിന് ഏറ്റവും മുൻപിട്ട് നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ്. നമുക്കൊരു എക്സാമ്പിളായിട്ട് UK-യോ US ഒക്കെ എടുക്കാം. അവിടെയുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് മാസം ചിലപ്പോൾ 1-1.5 ലക്ഷം രൂപയായിരിക്കും. നമുക്ക് ഇവിടെ ഒരു ആവറേജ് ഫാമിലിക്ക് ജീവിക്കാൻ 20-25,000 രൂപ മതി, അധികം കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറിയും അത്രയും കുറച്ച് മതി. നമ്മളൊരു ഇന്ത്യക്കാരന് ആവറേജ് 7-8 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ വിദേശത്തുള്ള ഒരാൾക്ക് 60,000 മുതൽ 70,000 പൗണ്ട് വരെ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ 10 ഇരട്ടിയായിരിക്കും. സോ ഒരു കമ്പനീനെ സംബന്ധിച്ച് അവിടെ എംപ്ലോയിനെ വെക്കുന്നതിനെക്കാട്ടും നല്ലത് എന്തുകൊണ്ടും ഔട്ട്സോഴ്സ് ചെയ്യാണ്, ഇന്ത്യയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാണ്. കാരണം അവരുടെ വർക്ക് നടക്കുകയും ചെയ്യും, അതേപോലെ തന്നെ അവർക്ക് ക്യാഷ് വളരെ കുറച്ച് മാത്രമേ ചിലവാകുന്നുള്ളൂ. 10 എംപ്ലോയീസിനെ വെക്കാം അവർക്ക് ഈ ഒരു എംപ്ലോയിനെ വെക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുതലെടുത്തുകൊണ്ടാണ് 2015 ACCA ഇന്ത്യയിലേക്ക് നല്ല ബൂമായിട്ട് കയറി വരുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഹയർ പാസ് റേറ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ്, ഗ്ലോബൽ റെക്കഗ്നിഷൻ, ഈ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിൻ്റെ ട്രസ്റ്റ് പിടിച്ചെടുക്കാനായിട്ട് ACCAനെ നല്ലപോലെ സഹായിച്ചു. നമ്മൾ ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിൽ ഒരു കോഴ്സ് ആർക്കുള്ളതാണ്? സ്റ്റുഡൻസിനുള്ളതാണ്.
അപ്പോൾ അവർ ട്രസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു കോഴ്സിൻ്റെ വിജയം തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ 2024-25 ഇത്രയും പോപ്പുലറായിട്ട് ACCA മാറിയിട്ടുള്ളത്. എനിക്കിത് പേഴ്സണലി അറിയുന്നത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ACCA റിലേറ്റഡ് ആയിട്ട് എന്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എനിക്ക് ഒരു 50-60 മെസ്സേജെങ്കിലും വരാറുണ്ട്. വെറും 5850 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള എനിക്ക് ഇത്ര അധികം മെസ്സേജസും കോൾസും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലേണിംഗ് പാർട്ട്നേഴ്സ് അവർക്കൊക്കെ ആയിരക്കണക്കിന് എൻക്വയറീസ് വരുന്നുണ്ടാവും എന്നുള്ള കാര്യം. ACCA തന്നെ ഇന്ത്യയിൽ പോപ്പുലർ ആവുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ടാക്സോ ഇന്ത്യൻ അക്കൗണ്ടിങ്ങോ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. സോ ഇത്രയും ആൾക്കാർക്ക് എങ്ങനെ ജോബ് കൊടുക്കും എന്നൊരു കാര്യം വലിയൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എലൻ ബ്രാൻഡ് ലീഡ് ചെയ്യുന്ന ACCA ടീമിന് ഇതിന് ഓൾറെഡി ഒരു ആൻസർ ഉണ്ടായിരുന്നു. ACCA പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട, അവർ ഇന്ത്യയിൽ നിന്നുകൊണ്ട് വിദേശത്തുള്ള കമ്പനീസിന് വേണ്ടി വർക്ക് ചെയ്യട്ടെ. ഇങ്ങനെ ACCA പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ജോബ് കൊടുക്കാൻ വേണ്ടി തന്നെ ACCA ബിഗ് ഫോഴ്സ് എന്ന് പറയുന്ന കമ്പനീസുമായിട്ട് ടൈപ്പ് വെക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ബിഗ് ഫോഴ്സ് എന്തെന്ന് അറിയില്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് 4 അക്കൗണ്ടിങ് ഫേംസ് ആണ് ഈ ബിഗ് ഫോഴ്സ്. അവരെ സംബന്ധിച്ചും ഇന്ത്യയിലുള്ള ACCA സ്റ്റുഡൻസിന് ഒരു അവസരം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം സാലറി കുറച്ച് മതി, അവർക്ക് വിദേശത്തുള്ള അക്കൗണ്ടിങ്ങും ടാക്സേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാരായി. പിന്നെ ACCAയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവർ മാക്സിമം പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ജോബ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ എപ്പോൾ നോക്കിയാലും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ പുതിയ ടൈപ്പുകൾ ഉണ്ടാക്കുകയും അതിൽ നമ്മൾ ഈ മെമ്പർഷിപ്പ് ഫീസൊക്കെ കൊടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ടൈം ടു ടൈം ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനും നമ്മുടെ സ്കില്ലും നോളജൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ACCA കൊടുക്കുന്നുണ്ട്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ACCA എന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ACCA എന്ന് പറയുന്നത് UK CA ആണെന്ന് പറയുന്നത് വളരെ പൊട്ട തെറ്റാണ്. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ മാത്രമേ അങ്ങനെ പറയുള്ളൂ. ACCA അല്ല UK CA. UK CA എന്ന് പറയുന്നത് ICAEW ആണ്. ഒരു ACCA സ്റ്റുഡൻറ് എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ഓരോ എക്സാം കഴിയുമ്പോഴും ഇവർ നമുക്കൊരു മെയിൽ അയക്കും. നമ്മൾ എക്സാം എഴുതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ, അതേപോലെ തന്നെ നമ്മൾ എക്സാമിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ വരുന്നത്, എത്ര ഹാർഡായിരുന്നു എക്സാം, നമുക്ക് കിട്ടിയ കോളേജിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അത് മതിയായിരുന്നോ, പിന്നെ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തോ, ഈ കാര്യങ്ങളൊക്കെ അവർ നമ്മളിൽ നിന്ന് അറിയും. നമുക്ക് ഫേസ് ചെയ്ത പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ACCA മെമ്പേഴ്സ് തന്നെ നമ്മൾ ഈ അയക്കുന്ന റെസ്പോൺസിൽ നിന്ന് വായിക്കും. എന്നിട്ട് അതിന് വേണ്ട നിലപാടുകൾ അവരെടുക്കും. കമ്പ്യൂട്ടർ വൈസ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് റീഫണ്ട് കിട്ടും. അതേപോലെ തന്നെ കുറച്ചൊക്കെ ലിബറൽ ആവും അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറയട്ടെ, ഇതൊരിക്കലും ACCAനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല. ഓക്കെ, 2024-25 എന്ന് പറയുന്നത് ACCAനെ സംബന്ധിച്ച് വളരെ ഒരു ഹാർഡായിട്ടുള്ള ഇയേഴ്സാണ്. കാരണം അത്രയും സ്റ്റുഡൻസ് ബൂമായിട്ട് വരികയാണ്, ഇവർക്കൊക്കെ ജോബ് കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ACCA ഇന്ത്യയിലേക്ക് ഇത്ര അധികം പോപ്പുലറായിട്ട് വന്നേ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇവനിങ്ങനെ പറഞ്ഞു, അവനിങ്ങനെ പറഞ്ഞു, ഇത് നല്ലതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ കോഴ്സ് എടുത്ത് ചേരാൻ നിൽക്കരുത്. നിങ്ങളിപ്പോൾ ഒരു +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ACCA എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐക്കണിൽ ഒരു വീഡിയോ കൊടുത്തേക്കാം, അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് ACCA റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ എൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ കയറാം, എനിക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഞാൻ പറയുന്നു, ACCA റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് മാത്രം ചോദിക്കുക, അല്ലാതെ നിങ്ങൾ വേറെ കോഴ്സിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. എനിക്കറിയില്ല, ഞാനത് ക്ലിയർ ആയിട്ട് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 29-നാണ്. ഡിസംബർ 30-ന് ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇപ്പോഴത്തെ സബ്സ്ക്രൈബർ കൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5800+ ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് 2025 ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു 6000 സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.